പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥനാപൂർവം കുർബാനയനുഭവ ധ്യാനത്തിൻ്റെ 16-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കാം. ഈ നാളുകളിൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടുകൂടി ഓർമ്മിക്കാം. ഞാൻ നിങ്ങളെ എല്ലാവരെയും എപ്പോഴെങ്കിലുമൊക്കെ കുർബാനയുടെ ഏതെങ്കിലും ഒരു സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ആ പെസഹ വ്യാഴാഴ്ചത്തെ ബലിയർപ്പണം ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. കുർബാനയിൽ നമുക്ക് അനുഭവം ലഭിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ പാപ്പ പറയുന്നത് നമ്മുടെ ഒരുക്കത്തിൻ്റെ കുറവാണ്. ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ അത് വിശദീകരിക്കുന്നത്. ആ സംഭവം നിങ്ങൾക്കറിയാം. ഈശോ ശിഷ്യന്മാരോട് ഒരു പെസഹ ഒരുക്കാനായിട്ട് അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ ഒരു കുടത്തിൽ വെള്ളവുമായിട്ട് വരും. അപ്പോൾ അവനോട് ചോദിക്കണം, ഗുരുവിന് എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത്? അപ്പോൾ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ കാണിച്ചു തരും, അവിടെ നമുക്ക് വേണ്ടി പെസഹ ഒരുക്കുക. സജ്ജീകൃതം എന്ന് പറഞ്ഞാൽ ഒരുക്കപ്പെട്ടത്. എ ലാർജ് അപ്പർ റൂം ഫർണിഷ്ഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരുക്കം വേണം. ഇന്ന് വൈകുന്നേരം മെത്രാൻ എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ ഞാൻ എത്ര ശ്രദ്ധയോടുകൂടി ഒരുങ്ങും പ്രിയപ്പെട്ടവരെ. അപ്പം അതുകൊണ്ട് അത്രമാത്രം നമ്മൾ ഒരുങ്ങി എങ്കിൽ മാത്രമേ കുർബാന അനുഭവമായി മാറുകയുള്ളൂ. രാജാധിരാജനായ ദൈവത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ ഒരുക്കം വേണം. പൊടിയും മാറാതെയും ഒന്നും കാണരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ ഒരുക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരുക്കമാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ്. അതാണ് വിശാലമായ മാളികമുറി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അതാണ്. അടുത്ത ഒരുക്കം ഏതാണ്ട് അത് തന്നെയാണ്. എങ്കിലും തൊട്ടു മുൻപ് ജീവിതത്തെ പരിശോധിക്കുന്ന യോഗ്യതയുണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ഒരുക്കമാണ്. മറ്റൊരു വചനം കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം: ബലിപീഠത്തിലെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. അതായത് ഹൃദയത്തിൽ വിശുദ്ധിയുടെ വിളക്ക് ഒരിക്കലും കെട്ടുപോകരുത്. കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു സിസ്റ്റർ മരിയുണ്ട്. പലപ്പോഴുമൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്. ഈ സിസ്റ്ററിന് കിട്ടിയ ഒരു ദർശനത്തിൽ ഇങ്ങനെ ഒരു ചിത്രം കിട്ടി. വൈദികൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ കാണുന്ന മധുബഹായിൽ ഇങ്ങനെ അഗ്നി ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വൈദികന്റെ ചുറ്റുവട്ടത്തിൽ ഈ അഗ്നി കാണുന്നില്ല. അഗ്നി ഉണ്ട്, പക്ഷേ അച്ഛനെ അത് തൊടുന്നില്ല, അത് പൊള്ളുന്നില്ല. അവിടെ നിൽക്കുന്ന ശുശ്രൂഷികളുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്നും മാലാഹമാർ വന്ന് ഈ തീക്കട്ടകൾ, ഈ അഗ്നി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിസ്റ്റിക്കൽ അനുഭവം മാത്രമായിട്ട് നമ്മളതിനെ കണ്ടാൽ മതി, അതുപോലെ വിശ്വസിക്കുകയൊന്നും വേണ്ട. പക്ഷെ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? ബലിപീഠത്തിലെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, അതൊരിക്കലും കെട്ടുപോകരുത്. അത്രമാത്രം വിശുദ്ധി നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. നമുക്കതുകൊണ്ട് ഈ അകന്ന ഒരുക്കം നമ്മുടെ എങ്ങനെയാണ് കുർബാന അനുഭവമായി മാറേണ്ടത്? ആ സജ്ജീകൃതമായ മാളികമുറി എന്ന് പറയുന്നത് എൻ്റെ ആത്മാവും മനസ്സും ഹൃദയവുമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ പഠന യാത്രയിൽ ഞാനൊരു വചനഭാഗം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങളാണ്. 27 മുതൽ 30 വരെ ശ്രദ്ധിക്കുക. 1 കൊരിന്തോസ് 11, 27, 30 വേദപുസ്തകമുണ്ടെങ്കിൽ കൂട്ടത്തിൽ വായിക്കാം. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, സിറോ മലബാർ ലിറ്ററി അനുസരിച്ച് പെസഹ വ്യാഴാഴ്ച ശുശ്രൂഷ വായിക്കുന്ന 3-ാമത്തെ വായനയാണിത്. അപ്പോൾ ഒരുപക്ഷെ പൗലോസ് അപ്പോസ്തലൻ്റെ ഈ കുർബാന വിവരണമാണ് പുതിയ നിയമത്തിൽ ആദ്യത്തെ കുർബാന വിവരണം എന്നുള്ള കാര്യം കൂടി ഇതോട് ചേർത്ത് നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഇനി ഇത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരമാണ്, പാനപാത്രം എടുത്ത് ഈശോ ചെയ്തത്, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഭാഗം പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അസ്വസ്ഥത ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒരു സംഭവം നിങ്ങളോട് പങ്കുവെക്കുകയാണ്.
ഞാനൊരു ധ്യാനത്തെ പങ്കെടുക്കാൻ ചെന്നപ്പോൾ ആ ധ്യാനം നയിച്ച അച്ഛൻ MCBS സമൂഹത്തിലെ ഒരു അച്ഛൻ പങ്കുവെച്ചതാണ്. പിന്നീട് മറ്റൊരു വൈദികനോട് വളരെ കാഷ്വലായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ സംഭവത്തിന് ആ അച്ഛനും സാക്ഷിയാണ് എന്നോട് പറഞ്ഞു. രണ്ടുപേരുടെ സാക്ഷി സത്യമാണെന്ന് വേദപുസ്തകത്തിലുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, സംഭവം ഇതാണ്. ഒരു പെൺകുട്ടി, അവൾ ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന പെൺകുട്ടിയാണ്. കേരളത്തിലല്ലെന്ന് വിചാരിച്ചുകൊള്ളൂ. അങ്ങനെ ഇവളും ഇവളുടെ കൂട്ടുകാരികളും കൂടി ഒരിക്കൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവരുടെ സംസാര വിഷയം അടുത്ത ഞായറാഴ്ചത്തെ കുർബാനയെക്കുറിച്ച്, ആ കുർബാനയിലെ പാട്ട് പാടുന്നതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പുറത്ത് മാറി നിന്ന് 2 ബ്ലാക്ക് മാസിലെ ചെറുപ്പക്കാർ ഈ സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ സംഭാഷണം ബ്ലാക്ക് മാസ് എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. സാത്താൻ സേവാ സംഘം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കുർബാനയെ ആദരിക്കുമ്പോൾ അവർ കുർബാനയെ അപമാനിക്കുന്നു. അതിനുശേഷം ഇവള് പള്ളിയിൽ പോയി സ്വാഭാവികമായിട്ട് ഇവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഈ 2 ചേട്ടന്മാർ ഇവളെ ഒരിക്കൽ കണ്ടുമുട്ടി. ഇതേ റെസ്റ്റോറൻറ്റിൽ ഒരിക്കൽ ഇവൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോഴാണ്. അവളോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് 2 കുർബാന കൊണ്ടുവന്ന് തരണം. അവൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്തു, നിങ്ങളെന്താണ് ഈ പറയുന്നത്? പരിശുദ്ധ കുർബാന വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതെന്നാണ്, അത് മറ്റുള്ളവർക്ക് കൊടുക്കാനാകില്ല. ഈ പെൺകുട്ടിയുടെ, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ ഹൃദയത്തെ, ചിന്തകളെ ചൂഷണം ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ട് അവരിലൊരാൾ സങ്കടത്തോടെ കരയാൻ തുടങ്ങിയാണ്. ഞങ്ങൾ പെന്തക്കോസ്താ വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാന ലഭിക്കുകയില്ല, ഞങ്ങൾക്ക് പാട്ടും കൊട്ടും മാത്രമേ ഉള്ളൂ. കുഞ്ഞെ, ഞങ്ങൾക്ക് ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് നീ ഒരു കുർബാന കൊണ്ടുവന്ന് തരൂ. പെട്ടെന്ന് ഇവളുടെ മനസ്സ് അലിയുകയാണ്. ഇവൾ എന്ത് ചെയ്തു? പിറ്റേ ദിവസം ഒരു ദിവസത്തേക്ക് ഒരു കുർബാന കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. പ്രതിഫലവും അവർ വാഗ്ദാനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം ഈ പെൺകുട്ടി എന്നും ഏറ്റവും മുൻപിൽ നിന്ന് മമ്മിയുടെ കൂടെ കുർബാന സ്വീകരിക്കുന്നവൾ മുൻപിൽ നിന്ന് തന്നെ കുർബാന സ്വീകരിച്ചു. പക്ഷേ ഇവൾ അത് പതിയെ കയ്യിൽ ഒതുക്കി. എന്നിട്ട് ഈ പരിശുദ്ധ കുർബാന, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല, ഇവൾ കയ്യിൽ ഒതുക്കി മമ്മി അറിയാതെ വീട്ടിൽ ചെന്ന് അതൊരു കവറിൻ്റെ അകത്തിട്ട് ഇവർക്ക് കൊണ്ടുവന്ന്, ഒരു സ്ഥലം പറഞ്ഞിരുന്നു, അവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവർ 780 രൂപ പ്രതിഫലം കൊടുത്തു. കുറേ വർഷങ്ങൾക്ക് മുൻപാണ്. പിറ്റേ ദിവസം ഇവളെന്ത് ചെയ്തു? ഏറ്റവും പിന്നിൽ പോയി നിൽക്കുകയാണ്. മുൻപിൽ നിന്നുകൊണ്ട് ആദ്യം തന്നെ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഈ കുഞ്ഞ് പിറ്റേ ദിവസം പിന്നിലേക്ക് പോയി. പക്ഷേ അവൾ കുർബാന സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചില്ല, അത് കയ്യിൽ വാങ്ങിയിട്ട് അവളതൊരു കവറിൻ്റെ അകത്തിട്ട് പിറ്റേ ദിവസം കൊണ്ട് കൊടുത്തു. അന്നും കൊടുത്തു 780 രൂപ. 1500 രൂപ കുട്ടിക്ക് കിട്ടി. 3-ാം ദിവസം ആ ഇടവകയിൽ ഒരു പ്രത്യേക സാഹചര്യമുണ്ടായി. ദേവാലയ ശുശ്രൂഷി കൂദാശ ചെയ്യാനുള്ള തിരുവോസ്തി വയ്ക്കാൻ മറന്നുപോയി. അച്ഛൻ കുർബാന കൊടുത്തു വന്നപ്പോൾ ഇവൾ പിന്നിലായിപ്പോയല്ലോ. ആ മുൻപിൽ നിന്ന് സ്വീകരിച്ചിരുന്നവൾ സാത്താൻ ഉള്ളി കയറിയപ്പോൾ പിന്നിലായിപ്പോയി. ഇവളെന്ത് ചെയ്തു? ഇവള് ചെന്നപ്പോൾ ഇവൾക്ക് കുർബാന കിട്ടിയില്ല. മറിച്ച് അച്ഛൻ തിരുരക്തം ഇവളുടെ നാവിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അവൾ ബുദ്ധിമതിയായ പെൺകുട്ടിയാണ്. അവൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അവള് കോൺവെന്റിലെ മദറിനോട് പറഞ്ഞു, അമ്മേ, എൻ്റെ ഒരു കൂട്ടുകാരി ഹിന്ദു പെൺകുട്ടിയുണ്ട്, അവൾക്ക് കൊടുക്കാനായിട്ട് എനിക്ക് വാഴ്ത്താത്ത ഒരു ഓസ്തി തരണം. അവൾക്ക് കള്ളം പറയാൻ മടിയില്ല, കാരണം പിശാചുള്ളിൽ കയറിയില്ലേ. നല്ല സിസ്റ്റർ ആയിരുന്നത് കൊണ്ട്, അവൾ നല്ല കുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വാഴ്ത്താത്ത ഒരു ഓസ്തി കോൺവെന്റിലെ സാക്രിസ്റ്റിയിൽ നിന്നും എടുത്തു കൊടുത്തു. പക്ഷേ വൈകുന്നേരം തിരിച്ച് എനിക്ക് കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞു. ഇവളെന്ത് ചെയ്തു? ഈ വാഴ്ത്താത്ത ഓസ്തി ഇവർക്ക് കൊണ്ടുവന്ന് കൊടുത്തു. ഇവർ അകത്തുപോയി ഈ പണമെടുക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ ഇവൾ പറഞ്ഞു, നീ ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു അല്ലേ? മേലിൽ ഞങ്ങളെ കബളിപ്പിച്ചാൽ നിന്റെ ജീവൻ അപകടത്തിലാകും. ഒരു പെൺകുട്ടിയാണെന്ന് ഓർമ്മിക്കണം, അവർ 2 പുരുഷന്മാരാണെന്നും ഓർമ്മിക്കണം. എന്താണ്? ഇവരകത്തുപോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുക. അകത്തുപോയി ഈ ഓസ്തി, അവർക്ക് അവിടെ എന്തോ ഒരു പ്രത്യേക ഒരു സാത്താൻ്റെ സിമ്പിളുള്ള എന്തോ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു തലയോട്ടിയോ മറ്റിയാണ്. അവിടെ കൊണ്ടുവന്ന് തൊടുവിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ തിരിച്ചറിയണം, ഞാൻ കുർബാനയുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഈ ഓസ്തി വെക്കുമ്പോൾ അത് റിയലായിട്ടുള്ള വൈദികൻ വാഴ്ത്തിയ തിരുവോസ്തിയാണെങ്കിൽ അതിൽ നിന്നും രക്തം കിനിയും, രക്തം ചീറ്റും എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊള്ളൂ. കാരണം അങ്ങനെ രക്തം ദേഹത്ത് പറ്റിയ ഒരു വ്യക്തിയെ എൻ്റെ ഒരു സുഹൃത്ത് വൈദികൻ കണ്ടുമുട്ടിയിട്ടുണ്ടൊരിക്കൽ. അതേ സമയത്ത് ഇത് വാഴ്ത്താത്ത ഓസ്തിയാണെങ്കിൽ അതിന് രൂപമാറ്റം ഉണ്ടാവുകയില്ല, അവർക്ക് തിരിച്ചറിയാം. മുക്കുപണ്ടവും ഒറിജിനൽ സ്വർണവും തട്ടാൻ അല്ലെങ്കിൽ സ്വർണ്ണക്കടയിൽ ചെല്ലുമ്പോൾ തിരിച്ചറിയുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, ഈ കുട്ടി തിരിച്ച് പോരുമ്പോൾ പെട്ടെന്ന് ഇവൾ അല്പം ഭയപ്പെടുക കൂടി ചെയ്തു. ഇവള്
പോരുന്ന വഴിക്ക് ഇവൾക്ക് പനി ആരംഭിക്കുകയാണ്. അവൾ പഠിക്കുന്ന സ്കൂളിലെ സിസ്റ്റേഴ്സ് ആശുപത്രിയിൽ കൊണ്ടുചെന്നാക്കി. പക്ഷേ അവളുടെ സംസാരശേഷി പെട്ടെന്ന് നഷ്ടപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഈ സംഭവം ചുരുക്കി നിങ്ങളോട് പറയുകയാണ്. അവൾക്ക് അവസാനം എന്ത് ചെയ്തു? ഇവൾ ഈ സ്ഥലത്ത് ധ്യാനിക്കാൻ വരികയാണ്. ധ്യാനിക്കാൻ വന്നപ്പോൾ ഇവളുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ഇവൾക്കൊന്നും പറയുവാൻ പറ്റുന്നില്ല. അവസാനം അച്ഛൻ എന്ത് ചെയ്തു? ഈ രണ്ടാം ദിവസം, കുമ്പസാരത്തിൻ്റെ ദിവസം കഴിഞ്ഞപ്പോഴും ഇവൾ കുമ്പസാരിച്ചില്ല. പക്ഷേ ഇവൾ നടന്ന സംഭവങ്ങളെല്ലാം ഒരു കടലാസിലെഴുതി ഇവളുടെ മമ്മിയുടെ കയ്യിൽ കൊടുത്തു. മമ്മിയും അവളും കൂടിയാണ് ധ്യാനിക്കാൻ വന്നത്. അത് അച്ഛൻ്റെ അടുത്ത് കൊണ്ട് ചെന്ന് കൊടുത്തു. അതായത് ഇവള് മമ്മിയോട് ഒരിക്കലും പങ്കുവെച്ചിട്ടില്ല. പക്ഷേ ഇവള് ഈ കുർബാനയെ വഞ്ചിച്ച കാര്യങ്ങളൊക്കെ കടലാസിൽ എഴുതിയിരുന്നു. അച്ഛനടുത്ത് ചെന്ന് ഇവളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവളുടെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഏതാണ്ട് 8-10 കിലോ തൂക്കമുള്ള ഒരു മാംസം പിട്ടം പോലെയായി അവസാനം ഇവൾ മരിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംഭവം പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. ഈ കുട്ടി ഇപ്പോൾ ദൈവമുഖം ദർശിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ചെയ്തു പോയ പാപത്തെക്കുറിച്ച് ഇവൾ ഹൃദയം കൊണ്ട് അനുദപിച്ചപ്പോൾ ദൈവം അവളുടെ പാപത്തിൻ്റെ കറകളെല്ലാം കഴുകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ വ്യാഖ്യാനം ഇന്ന് നാം കുർബാനയിൽ വായിച്ച ലേഖന ഭാഗത്തുണ്ട്. 1 കൊരിന്തോസ് 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്ക് ഒരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്ക് ഒരു പാഠമാകേണ്ടതിന് ഇവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ഈ ധ്യാനചിന്തകൾ കേട്ടുകൊണ്ടിരുന്ന മക്കളുടെ ഉള്ളിലേക്ക് ഒരിക്കലും ഒരു മടുപ്പോ നിരാശയോ ഒന്നും കടന്നു വരരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇനിയുള്ള 2 ദിവസങ്ങളിൽ ഞാനിതിൻ്റെ വിശദീകരണം പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ, ഒരുക്കമില്ലാതെ കുർബാന സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സൂചന കിട്ടാൻ വല്ലപ്പോഴും മാത്രം ഈ ലോകത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്താണ് അത്? അവർക്ക് ഒരു താക്കീതും നമുക്കൊരു പാഠമാകേണ്ടതിനാണ്. നാളെ നമുക്ക് അതിൻ്റെ വിശദീകരണം കേൾക്കാം. നിങ്ങൾക്ക് ഭയമുണ്ടാകരുത്, നിങ്ങൾക്ക് വിറയലുണ്ടാകരുത്. മറിച്ച് വിശുദ്ധിയുള്ള കുർബാനയെക്കുറിച്ചുള്ള സ്നേഹം മാത്രമേ ഉണ്ടാകാവൂ. കർത്താവെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും തിരുരക്തത്താൽ മുദ്ര ചെയ്യുന്നു. കർത്താവെ, കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെയും സന്യാസ ഭവനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഭക്തിയോടുകൂടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള കൃപ കൊടുക്കണമേ. തിരിച്ചോര കൊണ്ട് ഇവരെ പൊതിയണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.